ഇപ്പോഴത്തെ പ്രധാന വിവാദം മുഖ്യമന്ത്രി പിണറായി വിജയൻ കോന്നിയിലെ പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഒരു ചോദ്യമെന്ന് ഒരു വ്യക്തി ചോദിക്കുകയും അതിന് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയുമാണല്ലോ ആഘോഷിക്കപ്പെടുന്നത്. മാധ്യമങ്ങൾക്ക് ദാഷ്ട്യച്ചാപ്പ് കുത്താനുള്ള പുതിയ എപ്പിസോഡാണ്. അപ്പോൾ അതൊന്ന് കാണാം. എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഇത് പുറത്തു വന്നതിന് പിന്നാലെ നമ്മുടെ മാധ്യമങ്ങൾ ഉടനടി ഉണർന്നു കഴിഞ്ഞു. ആ ചോദ്യം എന്ന വ്യക്തിയെ തിരഞ്ഞ് വീട്ടിലെത്തി. നോക്കണേ, എന്തൊരു ആവേശമാണ്! അയാളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണമെടുത്ത് ഈ വിഷയത്തെ കത്തിക്കാനുള്ള അവരുടെ വാർത്താ ത്വര നിങ്ങൾ കാണാതെ പോകരുത്. പക്ഷേ അവിടെയും തേഞ്ഞുപോയി. കാര്യം ആ ചോദ്യം ചോദിച്ച ആൾക്ക് തന്നെ താൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. അതിനെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം മാധ്യമങ്ങൾ തിരിച്ചും മറിച്ചും ഗുണിച്ചും ഗണിച്ചെല്ലാം ചോദിച്ചിട്ട് ഒരൊറ്റ ഉത്തരമേ പറഞ്ഞോളൂ. അത് വിവാദ കച്ചവടക്കാരുടെ ഉള്ളിൽ സോ സാഡ് അവസ്ഥയുണ്ടാക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വികസന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അന്തരം തോന്നി, കാരണം ഭരണം കിട്ടും ഉറപ്പാണ്. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കിഫ്ബിയുടെ ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 20,000 കോടിയുടെ വികസനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഫണ്ട് എവിടുന്ന് കണ്ടെത്തും? ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ചോദ്യം. എന്തായിരുന്നു? സജീവ CPM പ്രവർത്തകനാണോ? അതെ അതെ. മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കേട്ടായിരുന്നു? അതിന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ അങ്ങനെ ഒരു തോന്നലുണ്ടായി കാണാം. അതായിരിക്കും അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്. അതേപോലെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോൾ വിഷമം തോന്നിയോ? ഇല്ല, കാരണം ഞാനൊരു അടികുറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. കാരണം ഞാൻ ചോദിച്ചത് തെറ്റാണ്. ആ വേദി ചോദിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ചോദിച്ചത്. കാരണം പുള്ളിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ആ ചോദ്യം ഉണ്ടായത്. എനിക്കതിന് ബോധ്യമുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒടുവിൽ വിശദീകരിച്ചു. അദ്ദേഹം ഇന്നിപ്പോ ഇടുക്കിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതേ ചോദ്യം അദ്ദേഹത്തിനോട് വന്നപ്പോൾ താൻ ആ പൊതുവേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ ചോദ്യം ഉയർന്നു വന്നപ്പോൾ എന്തുകൊണ്ട് അത് പറഞ്ഞു, അത് ഇനിയും ആവർത്തിക്കപ്പെട്ടാൽ തൻ്റെ മറുപടി ഇത് തന്നെ ആയിരിക്കുമെന്ന് ആവർത്തിച്ച് പറയുക കൂടി ചെയ്തു. ആരോട്? മാധ്യമങ്ങളോട്. നിങ്ങളാണിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളോടും ഇതായിരിക്കും മറുപടി എന്ന് മുഖ്യമന്ത്രി തറപ്പിച്ചു പറഞ്ഞതിനോടൊപ്പം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നും വിശദീകരിച്ചിട്ടുണ്ട്. ഒരു മറുപടി കൊടുത്തത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളതായിരുന്നു. അതിന് KC വേണുഗോപാലിന്റെ ഒക്കെ ഒരു മറുപടി വന്നിട്ടുണ്ട്. സമനില തെറ്റി എന്നുള്ള വിധത്തിലൊക്കെയാണ് അദ്ദേഹത്തെ പ്രതികരണം. സമനില തെറ്റുന്ന ആർക്കാണെന്ന് നല്ലോണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആളുകൾ. എനിക്ക് സമനില തെറ്റേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും. അത്രയേ ഉള്ളൂ. അല്ല, അത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയല്ലോ, നിരാശരായല്ലോ. അതല്ല, എനക്കറിയാതൊക്കെ. അത് അവിടെ ആരെങ്കിലും എന്നെ എതിർക്കാൻ വേണ്ടിയോ LDFനെ എതിർക്കാൻ വേണ്ടിയോ വന്നതല്ല. പിന്നെ ചില ഘട്ടത്തിൽ ചില പ്രത്യേക ആവേശക്കാരുണ്ടാവുമല്ലോ. പലതരത്തിലാണല്ലോ ആവേശം വരിക. ആ ആവേശത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ അല്ല, നിങ്ങൾ ഞാനൊക്കറിയാതെന്ന് നിങ്ങൾ അങ്ങനെ ചോദ്യം ചോദിക്കാനല്ലോ പത്രസമ്മേളനമല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞാൽ. ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ഈ പത്രസമ്മേളനം ആയതുകൊണ്ടല്ലേ. നിങ്ങളെല്ലാവരും വന്ന് എൻ്റെ പൊതുയോഗത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ആണെന്ന് ചോദ്യം ചോദിക്കൂ. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും. അത് സ്വാഭാവികമല്ലേ. പൊതുയോഗത്തിൻ്റെതായ മര്യാദയുണ്ട്. പൊതുയോഗത്തിൽ നമ്മൾ ഒരാൾ സംസാരിക്കാൻ ചെല്ലുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ആരോ ആവട്ടെ സംസാരിക്കുന്നു. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട, പോകണം. ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയല്ലോ. അതല്ലേ അതിൻ്റെ രീതി. അത് കലക്കുന്നതിനോ ബഹളം വെക്കുന്നതിനോ എന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ല. പണ്ട് വേറൊരു രീതി ഉണ്ടായിരുന്നു. ചില ആൾക്കാർ വളരെ ദശാബ്ദങ്ങൾക്ക് മുൻപാണ്, ഇപ്പം നിങ്ങളെ ഈ പ്രായത്തിലല്ല. അപ്പോൾ ചിലയിടത്ത് പോയാൽ ഒരു കടലാസിൽ ചോദ്യം എഴുതിയിട്ട് കൊണ്ടു കൊടുക്കും. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാനാണോ ഈ പൊതുയോഗത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയാനില്ലേ? അപ്പം അങ്ങനെയൊക്കെ ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ചില ആൾക്കാർ ചിലതിനെ എതിർക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ളതൊന്നും നമ്മൾ സാധാരണ പൊതുമര്യാദയിൽപ്പെട്ടതല്ല. പിന്നെ പൊതുമര്യാദയൊന്നും പാലിക്കേണ്ടതില്ല
പിണറായി വിജയന്റെ മീറ്റിംഗ് ആയാലും ഇങ്ങനെയൊക്കെ ആയിക്കോളുമെന്ന് KC വേണുഗോപാലിന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായല്ലോ അത് ശരിയല്ലാതെ വന്നു. അത് തന്നെയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോടും പറഞ്ഞത് പോയി ചോദിച്ചപ്പോൾ. അത്രയും അതിനെ കാണേണ്ടതുള്ളൂ. അപ്പോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടല്ലോ. പറഞ്ഞ ആൾക്കും ബോധ്യപ്പെട്ടു, മുഖ്യമന്ത്രിയും കാര്യം വിശദീകരിച്ചു. പക്ഷേ ചില മാപ്രകൾക്ക് മാത്രം ഇതുവരെ വല്ലാത്ത വേദനയാണ്. ഒരു സഖാവായതുകൊണ്ട് അദ്ദേഹം അടിമയാണെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ചോദ്യം ചോദിക്കാൻ പാടില്ല, പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ തടസ്സപ്പെടുത്തുമ്പോൾ പലരും പല തരത്തിലും രീതിയിലുമായിരിക്കും പ്രതികരിക്കുക. ആ രീതിയിൽ തൻ്റെ ശൈലിയിൽ പിണറായി പ്രതികരിച്ചു. എന്നാൽ ബാക്കിയുള്ള ഏതെങ്കിലും നേതാക്കന്മാർ ഇങ്ങനെ പ്രതികരിച്ചാൽ അത് വാർത്തയാകാറേ ഇല്ല, അല്ലെങ്കിൽ കേരളത്തിലെ മാപ്രകൾ അത് കാണത്തുമില്ല. അതിന് ഒരു ഉദാഹരണം കൂടി നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്കിത് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായി. അത് നിങ്ങൾ വാർത്തയായി കണ്ടിരുന്നോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. പ്രസംഗം കേട്ട് തളർന്നൊരു വ്യക്തി ചാണ്ടി ഉമ്മനോട് പറഞ്ഞ ആ വാചകം കേട്ടതിന് ശേഷം എന്തുകൊണ്ട് പിണറായി പറഞ്ഞ കാര്യം വാർത്തയാകുന്നു, ചാണ്ടി ഉമ്മൻ പറയുന്ന കാര്യങ്ങൾ വാർത്തയാകുന്നില്ല എന്നിടത്ത് ഇതിന്റെ ഉത്തരവുമുണ്ട്. CBI റിപ്പോർട്ട് പുറത്തു വന്നാൽ